അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റജബ് 27-ാം രാവ് ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്വം നിറഞ്ഞതും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരുന്ന 3 ദിക്റുകളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ 3 ദിക്റുകൾ ചൊല്ലി റബ്ബിനോട് എന്ത് നല്ല ഖൈറായ കാര്യങ്ങൾ ചോദിച്ചാലും അത് എത്ര വലിയതാണെങ്കിലും അള്ളാഹു നമുക്ക് നൽകും. എത്ര വലിയ വിഷമമാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും. എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹു ശിഫയാക്കി തരും. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി, ശമ്പളമില്ലാത്തവർക്ക് നല്ല ശമ്പളം, ബിസിനസ്സും കച്ചവടം തകർന്നവരുടെ ബിസിനസ്സിലും കച്ചവടത്തിലും പുരോഗതി, കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുടെ കടങ്ങൾ വീടാൻ അള്ളാഹു വഴികൾ കാണിച്ചു കൊടുക്കും. വീടില്ലാത്തവർക്ക് വീട്, മക്കളില്ലാത്തവർക്ക് മക്കൾ, അങ്ങനെ ദുന്യവിയായ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും ഈ 3 ദിക്റ് ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്താൽ അതെല്ലാം അള്ളാഹു പൂർത്തിയാക്കി തരും. ഏതാണ് ആ 3 ദിക്റ്? ഒന്നാമത്തെ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ചുരുങ്ങിയത് 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഒന്നുകിൽ അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലൈ. ഏത് നിലക്കും ചൊല്ലാം. രണ്ടും ഇസ്തിഗ്ഫാറിന്റെ ലഫ്ള് തന്നെയാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം എന്താണ്? മല്ലദിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജ. ഇസ്തിഗ്ഫാർ ആരെങ്കിലും നിർബന്ധമാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും അള്ളാഹു കൊടുക്കൂല. മിൻ കുല്ലി ളൈഖിൻ, എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും, എല്ലാ കുടുസിൽ നിന്നും, എല്ലാ കുടുക്കിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. എത്ര വലിയ വിഷമമാണെങ്കിലും, എത്ര വലിയ ദുഃഖമാണെങ്കിലും, എത്ര വലിയ ടെൻഷൻ ആണെങ്കിലും, എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. മാത്രമല്ല അവൻ ആഗ്രഹിക്കാത്ത, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ റിസ്ക്, ഭക്ഷണം, വസ്ത്രം, പാനീയം, സമ്പത്ത്, പണം, ഐശ്വര്യം, എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നൽകും. ആർക്കാണ്? ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക്. ചുരുങ്ങിയത് 100 വട്ടം. കഴിയുന്ന ആളുകൾ 500, 1000, 10000 എത്ര വേണമെങ്കിലും ചൊല്ലാം. ചുരുങ്ങിയത് 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ ഒരു 100 വട്ടം ചൊല്ലണം. നരകത്തിൽ നിന്ന് മോചനം ചോദിക്കണം. ഇസ്റാ മിഅ്റാജിന്റെ രാവ് നമുക്കറിയാം. സ്വർഗവും നരകവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തില്ലേ? നരകത്തിലെ ശിക്ഷകൾ, സ്വർഗത്തിലെ അനുഭൂതികൾ, ആഡംബരങ്ങൾ, സുഖങ്ങൾ, സൗകര്യങ്ങൾ ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ നരകത്തിൽ നിന്ന് മോചനം റബ്ബിനോട് ചോദിക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഒരു 100 വട്ടം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന ദിക്ർ ചൊല്ലണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, മുർ ഉമ്മത്തക, നബിയെ നിങ്ങളുടെ സമുദായത്തിലേക്ക് പറഞ്ഞു കൊടുക്കണം, ഫൽയക്സിറു, അവരെ അധികരിപ്പിച്ചു കൊള്ളട്ടെ, മിൻ ഖിറാസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ കൃഷി. സ്വർഗ്ഗത്തിലെ കൃഷി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ ചുരുങ്ങിയത് 100 വട്ടം. കഴിയുന്ന ആളുകൾ 500, 1000, 2000 എത്രയാണോ കണക്കില്ലാതെ ചൊല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.